വെനസ്വേലയുടെ ഇടക്കാല ഭരണകൂടം ചൈന, റഷ്യ, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ മാത്രമേ വെനസ്വേലയെ എണ്ണ ഉൽപ്പാദനം തുടരാൻ അനുവദിക്കൂ എന്നും എണ്ണ വിൽപ്പനയിൽ അമേരിക്കയ്ക്ക് മുൻഗണന നൽകണമെന്നും ട്രംപ് ഭരണകൂടം നിർബന്ധം ചെലുത്തുന്നതായി ABC ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. US നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ വെനസ്വേല രാഷ്ട്രീയപരമായി കലുഷിതാവസ്ഥയിലാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ US തടവിലാക്കുകയും നാടുകടത്തുകയും ചെയ്തിരുന്നു. ഡെൽസി റോഡ്രിഗസ് ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റിട്ടുണ്ടെങ്കിലും വെനസ്വേലയുടെ നിയന്ത്രണം തനിക്കാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ആദ്യം തന്നെ ചൈന, റഷ്യ, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങളെ വെനസ്വേല പുറത്താക്കുകയും സാമ്പത്തിക ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും വേണം. രണ്ടാമതായി, എണ്ണ ഉൽപ്പാദനത്തിൽ US-ഉമായി മാത്രം സഹകരിക്കാനും വൻതോതിൽ അസംസ്കൃത എണ്ണ വിൽക്കുമ്പോൾ US-ന് മുൻഗണന നൽകാനും വെനസ്വേല സമ്മതിക്കണം, ട്രംപ് വ്യക്തമാക്കി. ദീർഘകാലമായി വെനസ്വേലയുമായി അടുപ്പം സൂക്ഷിക്കുന്ന രാജ്യവും വെനസ്വേലയുടെ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവുമാണ് ചൈന. എന്തായാലും വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ ഉൽപ്പാദനവും കയറ്റുമതിയും പുനരാരംഭിക്കണമെങ്കിൽ ഇനി പറയുന്ന വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ട്രംപ് ഭരണകൂടം ആവശ്യപ്പെടുന്നു. ചൈന, റഷ്യ, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങളുമായുള്ള എല്ലാ സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങളും വെനസ്വേല അവസാനിപ്പിക്കണം. എണ്ണ ഉൽപ്പാദനത്തിൽ അമേരിക്കൻ കമ്പനികളുമായി മാത്രം സഹകരിക്കുകയും എണ്ണ വിൽപ്പനയിൽ അമേരിക്കയ്ക്ക് മുൻഗണന നൽകുകയും വേണം. ഏകദേശം 30 ദശലക്ഷം മുതൽ 50 ദശലക്ഷം ബാരൽ വരെ എണ്ണ അമേരിക്കയ്ക്ക് വിൽക്കാൻ വിട്ടു നൽകണം. ഇതിൽ നിന്നുള്ള വരുമാനം തന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വെനസ്വേലയിലെ എണ്ണ കിണറുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയുടെ ഉപരോധം കാരണം ഉൽപ്പാദിപ്പിച്ച എണ്ണ വിറ്റഴിക്കാനോ സൂക്ഷിച്ചു വയ്ക്കാനോ ഇടമില്ലാത്തതാണ് ഇതിന് കാരണം. ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഡെൽസി റോഡ്രിഗസ് ഭരണത്തിൽ തുടരണമെങ്കിൽ ഈ എണ്ണ പ്രതിസന്ധി പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അമേരിക്കയുടെ കടുത്ത നിലപാടുകൾ വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. എന്തായാലും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നിരീക്ഷണപ്രകാരം വെനസ്വേലയുടെ എണ്ണ സംഭരണികൾ നിറഞ്ഞിരിക്കുകയാണ്. എണ്ണ വിൽക്കാൻ കഴിയാതെ വന്നാൽ രാജ്യം സാമ്പത്തികമായി തകരും. ഈ സാഹചര്യം മുതലെടുത്ത് വെനസ്വേലയെ പൂർണ്ണമായും അമേരിക്കയുടെ സ്വാധീന വലയത്തിലേക്ക് എത്തിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. വെനസ്വേലയുടെ എണ്ണ വ്യവസായത്തിൽ അമേരിക്കൻ കമ്പനികളുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ജനുവരി 9-ന് ട്രംപ് പ്രമുഖ എണ്ണ കമ്പനികളുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ്. എന്തായാലും ട്രംപിന്റെ ഈ തീരുമാനം കടുത്ത അസ്വാരസ്യങ്ങൾക്ക് ഇട നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിവെച്ചേക്കാം. കൂടുതൽ ചർച്ച വേണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.